everyone, welcome back to Xylem Learning. It's me Jamshad, you can call me JD. കുറഞ്ഞ സമയം കൊണ്ട് പ്രൊമോഷണൽ ടാഗ് ലൈൻ എങ്ങനെ സെറ്റ് ആക്കാം, ഏതൊരു പ്രൊമോഷൻ ടാഗ് ലൈനോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ജിങ്ക്ലോ വന്നു കഴിഞ്ഞാൽ ആ മാർക്ക് ആക്ച്വലി 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് എങ്ങനെ ക്ലിയർ ആക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ഒക്കെ വരുന്നുണ്ട്. NFKയും ഞാനൊക്കെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചാപ്റ്ററും സെറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ, പ്രൊമോഷണൽ ടാഗ് ലൈൻ ഏത് ആക്ച്വലി ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രൊമോഷണൽ ടാഗ് ലൈൻ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 4 മാർക്കിനാണ് ചോദിച്ചുള്ളത്. ഇത് അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, അതിനെങ്ങനെ നേരിടണം എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് ക്ലിയർ. അതിന്റെ ആൻസർ മാക്സിമം ഷോർട്ടും ക്ലിയർ ആക്കിയിരിക്കുക. കുറേ എഴുതുക എന്നുള്ളതല്ല. ഗുഡ് ടാഗ് ലൈൻ ഈസ് യൂഷ്വലി 1 ഷോർട്ട് സെന്റൻസ് ആയിരിക്കും. അത് എപ്പോഴും ആൾക്കാർക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ. ആൻഡ് യൂസ് റിതമാറ്റിക് ക്യാച്ചി വേർഡ്സ്, റൈമിംഗ്, റിപ്പീറ്റേഷനോ മ്യൂസിക്കൽ ഫ്ലോ ഒക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ മൈൻഡിൽ എപ്പോഴും നിലനിൽക്കാൻ പറ്റുന്ന, നിങ്ങൾ പരസ്യത്തിന്റെ ഒക്കെ ടാഗ് ലൈൻ കണ്ടില്ലേ, അതുപോലെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പിന്നെ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ഇത് നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കും. സോ അത് അത്രയും ഷോർട്ടാണ്, അതുപോലെ തന്നെ അത്രയും പ്രിസൈസ് ആണ്. ആൻഡ് ഫോക്കസ് ഓൺ ദ മെയിൻ മെസ്സേജിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. കണ്ടോ, ഡോണ്ട് വേസ്റ്റ് വാട്ടർ, വാട്ടർ ഈസ് പ്രഷ്യസ്. വെള്ളം എന്താണ്, വളരെ പ്രഷ്യസ് ആണ്, പിന്നെ അമൂല്യമാണ്. ഡോണ്ട് വേസ്റ്റ് ഇറ്റ് വളരെ ഡയറക്റ്റ് നമ്മൾ പറയാണ്. ആൻഡ് ചൂസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയ യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആ ഒരു വാക്ക് നിങ്ങൾ എന്താക്കുക, അതിൽ യൂസ് ചെയ്യുക. സേഫ്റ്റി ആണെങ്കിലും അവയർനെസ് ആണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും ഏതാണെങ്കിലും. ആൻഡ് യൂസ് പവർഫുൾ ആൻഡ് പോസിറ്റീവ് വേർഡ്സ്. പോസിറ്റീവ് വേർഡ്സും പവർഫുൾ വേർഡ്സും യൂസ് ചെയ്യുക. നോക്കിക്കോ, ലൈക്ക് ഡ്രീം, ഫ്യൂച്ചർ, സ്ട്രെങ്ത്, ചോയ്സ്, ഫ്രീഡം തോന്നുള്ള ഈ വേർഡുകൾക്കൊക്കെ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് യൂസ് ചെയ്യുക. ആൻഡ് ഡയറക്റ്റ് യൂസ് ചെയ്യുക ഓഡിയൻസിനോട്. അതായത് യു, നിങ്ങൾ, യുവർ ലൈഫ്, യുവർ ഫ്യൂച്ചർ തുടങ്ങിയിട്ട് നിങ്ങൾ എന്താക്കുക, മാക്സിമം ഓഡിയൻസിനോട്, ഇത് വായിക്കുന്ന ആളോട് പറയുന്ന രീതിയിലാക്കുക. ആൻഡ് ഇമോഷണൽ ആക്കുക. അതായത് ഹോപ്പ്, ഫിയർ, കറേജ് എന്നുള്ള വർക്ക് ബെറ്റർ എന്നുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കുക. ഈവൻ SSLC എക്സാമിനാണെങ്കിലും ഇങ്ങനത്തെ കുറച്ചുകൂടി ക്യാച്ചി ആയിട്ടുള്ള ടാഗ് ലൈൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതൊക്കെയാണ് അവരുടെ പിന്നെ മാർക്ക് ഇടാനുള്ള മാർക്കിംഗ് സ്കീമിലൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ നോക്കാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഈ സ്കൂൾസ് film club is producing a short film highlighting the dangers and impact of raising drug and substance abuse among youth. നമ്മുടെ സ്കൂൾ ഒരു ഫിലിം ക്ലബ്ബ് എന്താക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഈ ഒരു ഡ്രഗിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. അതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു 2 ക്യാച്ചി റിതമാറ്റിക് സെന്റൻസ്, 2 എന്താണ് പ്രൊമോഷണൽ ടാഗ് ലൈൻ ആണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അതിൽ ഓരോന്നിനും 2 മാർക്ക് വീതം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോസ് ആൻസറിലേക്ക് കടക്കാം. ഓക്കെ, ഷോർട്ട് ആവണം, ക്യാച്ചി ആയിരിക്കണം, ഡയറക്റ്റ് പറയുന്നതായിരിക്കണം, ഇമോഷൻ കിട്ടണം. നോക്കിക്കോ, 1 ചോയ്സ് ക്യാൻ സേവ് യുവർ ലൈഫ്. ഒരൊറ്റ തീരുമാനം, ഒരൊറ്റൊരു ചോയ്സ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തും. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഡ്രീംസ്. ഈസി. ഇതിൽ ഡ്രീംസ് പോലെയുള്ള, ലൈഫ് പോലെയുള്ള വേർഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത്, ഡോണ്ട് ലെറ്റ് സബ്സ്റ്റാൻസസ് സ്റ്റീൽ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താക്കരുത്, നിങ്ങൾ അനുവദിക്കരുത്. സ്റ്റേ സ്ട്രോങ് ആയിരിക്കുക, ഡ്രഗ് ഫ്രീ, എന്നേക്കും ഡ്രഗ് ഫ്രീ ആയിരിക്കുക. ഏത് സാധനം അതുപോലെ തന്നെ സിമ്പിൾ, വളരെ ഷോർട്ട് ആക്കുകയും ചെയ്യരുത്. കുറച്ച് നമുക്ക് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുന്ന അവർക്ക് തോന്നിയ വേണം. ഓക്കെ, ഇത് സെറ്റാണല്ലോ. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പിന്നെ പ്രാക്ടീസിന് വേണ്ടി ഒരു സംഭവം കൊടുക്കുകയാണ്. യു സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ് ഈസ് ഓർഗനൈസിംഗ് എ പീസ് അവയർനെസ് ക്യാമ്പയിൻ ടു ഹൈലൈറ്റ് ദ ഡിവാസ്റ്റേറ്റിംഗ് ഇമ്പാക്ട് ഓഫ് വാർ. നമ്മൾ വാർ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ വാറിന്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധിയെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അതിനെ പിന്നെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ ഉണ്ടാക്കുകയാണ്. ഓൺ പീപ്പിൾ ആൻഡ് നേഷൻ. ഈ വാർ എന്തൊക്കെ ജനങ്ങളുടെ മേലും രാജ്യത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. പ്രിപ്പയർ ടു ക്യാച്ച് മീനിങ്ഫുൾ സെന്റൻസ് ദാറ്റ് വുഡ് serve as a promotion tag line for the campaign. ക്യാമ്പയിനുള്ള ഒരു നേരത്തെ ഫിലിമിനായിരുന്നു, ഇപ്പോൾ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 മാർക്കാണ്, 2 ഉണ്ടാക്കുക. ഓക്കെ, 2 ക്യാച്ചി ടാഗ് ലൈൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സപ്പോസ് എക്സാമ്പിളിലേക്ക് പോവാണ്. ഇത് ഞാനൊരു ഐഡിയ പറയട്ടെ. ഇതിൻ്റെ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. ഓക്കെ, എന്നിട്ട് മറ്റേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഞാനുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിനെ പറ്റി അറിയുമായിരിക്കും. 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള കംപ്ലീറ്റ് റിവിഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ എൻഡ് ഗെയിം ബാച്ച്, അസ്ട്ര എൻഡ് ഗെയിം ബാച്ച് നിങ്ങളുടെ ആനുവൽ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ ബാച്ചിനുള്ളത്. ഇനി നേരത്തെ ആൻസർ, സപ്പോസ് ആൻസർ നോക്കാം. ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ആൻസർ, വാർ ഡിസ്ട്രോയ്സ് ലൈഫ്സ്. യുദ്ധം ജനങ്ങളെ നശിപ്പിക്കുന്നു അല്ലെ, ജീവിതം നശിപ്പിക്കുന്നു. ബട്ട് പീസ് ബിൽഡ്സ് ഫ്യൂച്ചർ. പക്ഷെ സമാധാനം ഭാവിയെ നിർമ്മിക്കുന്നു. ചൂസ് പീപ്പിൾ, ചൂസ് ഹോപ്പ്.
ചൂസ് പീസ്, ചൂസ് ഹോപ്പ്. സമാധാനം നമ്മൾ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രതീക്ഷ സെലക്ട് ചെയ്യുക. ഓക്കെ. വെൻ ഗൺസ് സ്പീക്ക്, തോക്കുകൾ സംസാരിക്കുമ്പോൾ ഹ്യൂമാനിറ്റി ക്രൈസ്, മനുഷ്യത്വം കരയുന്നു. ലെറ്റ് പീസ് ബി ദ വോയിസ് വി റൈസ് വിത്ത്, നമ്മൾ ഉയർത്തുന്ന ശബ്ദം സമാധാനത്തിൻ്റെതാവട്ടെ. അടിപൊളിയല്ലേ? ഇതുപോലത്തെ കിടിലൻ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്താക്കുക, എക്സാമിന് യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറന്നു വരുത്. ഇന്ന് മെഗാ മാരത്തോൺ ആണ്. കംപ്ലീറ്റ് കാര്യങ്ങളും ഇന്നത്തെ ലൈവിൽ നമ്മൾ സെറ്റ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും വരാൻ പറഞ്ഞു, നമുക്ക് സെറ്റാക്കാം. നാച്ചു സാറും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാൻ വേണ്ടി ബൈ. താങ്ക് യു. ഇറ്റ്സ് മീ JD. യു ക്യാൻ കോൾ മീ JD. ബൈ.